പക്ഷെ അതിപ്പോ ഇപ്പൊ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ വിരലുകൾ പല തരത്തിലുള്ളതല്ലേ? ഈ വിരല് പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ടോ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സെക്കൻഡോ ആയിരിക്കും, സെക്കൻഡോ തേർഡോ ഒക്കെ നമ്മളെ ഫങ്ഷണൽ ലെങ്തിന് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു പേന പിടിക്കാനോ അല്ലെങ്കിൽ ഒരു ടൂള് പിടിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഇത് എല്ലാം ചെയ്യുന്നത് പേഷ്യന്റിന്റെ നോർമൽ ലൈഫിലോ ലീഡ് ചെയ്യാൻ അവനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഈവൻ ചിൽഡ്രൻ, അപ്പോൾ ഒരു ജന്മന ഉണ്ടാകുന്ന വൈകല്യമാണ് തമ്പ് അപ്ലൈസ് എന്ന് പറയുന്നത്. തമ്പ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു. അവർക്കൊക്കെ ലേറ്റർ ഓൺ ഇത് ചെയ്യും. തമ്പ് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ആവാത്ത രീതിയിൽ അവർക്ക് ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടല്ലോ, നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ തമ്പിന്റെ ഭാഗത്തോട്ട് വെച്ച് കൊടുക്കാം. അതിന് പോളിസൈസേഷൻ എന്ന് പറയും. അത് നമുക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെ പിടിച്ച് നമുക്ക് എഴുതുകയും കാര്യവും ചെയ്യാം. അല്ല, അവൻ കുറച്ചും കൂടെ ഒരു പ്രായം ആവുന്ന സമയത്ത് ഇവന് ടോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ തമ്പ് കിട്ടുകയും ചെയ്യും. അവന് പിടിച്ചു വരയ്ക്കാൻ അത് അവിടെ കോസ്മെറ്റിക് ഇതല്ല, അവിടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അതാണ് ബേസിക്കലി നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ് കൂടുതലും ഉള്ളത് ഈ റീകൺസ്ട്രക്റ്റീവിൽ.